ഹലോ ഫ്രണ്ട്സ്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്നാൽ നമുക്ക് ഈ നൈറ്റ് ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കിയാലോ? അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക കേട്ടോ. അതിപ്പോൾ ഏത് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല, പക്ഷേ കോട്ടൻ്റെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് വീട്ടിൽ വെച്ചാൽ പഴയ ബെഡ്ഷീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെൻ്റെ ഒരു ബെഡ്ഷീറ്റാണ്, യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ കോട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തേക്കണേ. അത് 4ആയി ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് ഇറക്കം എടുക്കരുത്. ഇപ്പോൾ ഒരു 30 ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് മടക്കി തയ്ക്കാനും വേണ്ടി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ 32 അങ്ങനെ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഷോൾഡർ ഒരു 7 ഇഞ്ചാണെങ്കിൽ ഷോൾഡറിൻ്റെ ഇറക്കം, അതായത് ആം ഹോളിൻ്റെ ഇറക്കം ഒരു 7 ഇഞ്ച് ആ ഒരു അളവിൽ വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതും. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ ഒരു 36 ചെസ്റ്റുള്ള ആളാണെങ്കിൽ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 9. അപ്പോൾ ആ ഒരളവ്, പിന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഒരു 10.5 ഇഞ്ച്, ആ ഒരു കണക്ക്, ആ ഒരു അളവാണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്. അത് അടയാളപ്പെടുത്തിയ ശേഷം അതിൻ്റെ താഴെ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതും ഇതേപോലെ തന്നെ മെഷർ ചെയ്തിട്ട് അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് അതും അങ്ങനെ അടയാളപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഹിപ്പും അതേപോലെ സെയിം പ്രോസസ്സിങ്ങിന് ഒരു മാറ്റമില്ല. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്ത ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇറക്കത്തിന് യൂസ് ചെയ്യാം. ഇതെല്ലാം മെഷർ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് അത് അടയാളപ്പെടുത്തി കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊരു ചോക്ക് യൂസ് ചെയ്ത് അടയാളപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് ആ വെളിച്ചത്തിൽ ക്ലിയർ ആവില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ നെക്കൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. നെക്കൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ നെക്കിൻ്റെ ഇറക്കം, അപ്പോൾ നല്ല ഇറക്കം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് അത് നമ്മുടെ ഇഷ്ടമുള്ള എത്ര അളവ് വേണമെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് ഇറക്കമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ഒരുപാട് ഇറക്കം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ബാക്ക് കഴുത്ത് ഒരു 2 ഇഞ്ചും ഫ്രണ്ടിൽ ഒരു 5 ഇഞ്ചും ആ ഒരു മെഷർമെൻറ്റാണ് കേട്ടോ എടുത്തിരിക്കണേ. എന്നിട്ട് അതിൻ്റെ വീതി ഒരു 3 ഇഞ്ച് അങ്ങനെയാണ് അടയാളപ്പെടുത്തി വെച്ചിരിക്കണേ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ അടയാളപ്പെടുത്താൻ 1 ഇഞ്ച് ഇവിടുന്ന് ആ മൂലയ്ക്ക് അടയാളപ്പെടുത്തി അതൊന്ന് കേർവ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അത് ബാക്ക് ആം ഹോൾഡാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോൾഡ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അതും ഒരു കേർവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആദ്യം ബാക്ക് ഭാഗം ഉണ്ടോ കട്ട് ചെയ്തിട്ട് കണ്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ബാക്ക് ഉണ്ടോ, ഇത് ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും ഒരേപോലെ കട്ട് ചെയ്താൽ 2 സൈഡ് ബാക്കും ഫ്രണ്ടൊക്കെ ഒരേപോലെ ആകും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ബാക്ക് പീസ് മാറ്റിയ ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ. എന്നിട്ട് ആ കൈയിൻ്റെ അവിടെ നമ്മൾ നേരത്തെ അതൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇതാണ് കേട്ടോ എൻ്റെ നെക്ക്. ഞാൻ ഈ ഒരു മോഡൽ നെക്കാണ് ഉദ്ദേശിച്ചത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നെക്ക് വരിക കേട്ടോ. ഇത് ബാക്ക്. അടുത്തത് ബാക്ക് ഒരു യു കട്ടാണ്, യു ഷേപ്പ്. അങ്ങനെ രണ്ടും. എന്നിട്ട് നമുക്ക് അടുത്തത് കൈയിൻ്റെ ഞാൻ 3/4 സ്ലീവാണ് ഉദ്ദേശിച്ചത്. അതിപ്പോൾ ഒരു 14 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. എനിക്ക് 15 എടുക്കുക. മടക്കി തയ്ക്കാനും കൂടി യൂസ് ചെയ്ത് 15 കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ അളവും അതൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയില്ലേ, അതേപോലെ തന്നെ അതൊന്ന് മെഷർ ചെയ്തിട്ട് നമ്മൾ ടോപ്പ് വെട്ടി വെച്ചിട്ടില്ല, അതിൽ ആം ഹോൾഡ് അടയാളപ്പെടുത്തുന്നത്, അതിന് മെഷർ ചെയ്തിട്ട് അടയാളപ്പെടുത്തിയാലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാം. എന്നിട്ട് അങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം നമുക്ക് എത്രയാണോ സ്ലീവ് വേണ്ടത് ആ സ്ലീവിനനുസരിച്ച് അതൊന്ന് വെട്ടിയെടുക്കാം. ഇത് കണ്ടോ. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ. അത് മാറ്റിയ ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്ന സ്ലീവ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസ് കുഴിച്ച് കട്ട് ചെയ്തില്ല ടോപ്പിൽ,
അതേപോലെ തന്നെ സ്ലീവിലും ഫ്രണ്ട് ഏതാ വരുന്നത് ആ ഫ്രണ്ട് ഭാഗം കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ ഇതേപോലെ അങ്ങനെ സ്ലീവ് സെറ്റ് ചെയ്ത് ഇത് നമുക്ക് എടുത്തത് പാൻറ്റിന് ഞാൻ ക്ലോത്ത് എടുത്തത് ചെറുതായി പോട്ടെ, അതായത് വേറെ ക്ലോത്ത് നമ്മുടെ കയ്യിലില്ല, ആ 2 മീറ്റർ അല്ലേ, അപ്പോൾ പാൻറ്റിന് തികയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വെറ്റ് പീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യണത്. ആദ്യം നമുക്ക് എത്ര ഇറക്കം വേണ്ടത് ആ ഇറക്കം എടുത്ത് ഇതാക്കുക. എന്നിട്ട് നമ്മുടെ ഹിപ്പില്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിപ്പ് ലെവലിൽ അടയാളപ്പെടുത്തിയ ശേഷം അതിന് 4ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മുകളിൽ. ആ അളവെടുത്ത് നമുക്ക് താഴെ ഒരു 9 ഇഞ്ച് ഇറക്കത്തിലും പിന്നെ ആ സൈഡ് ആ ക്രോച്ച് വരുന്നുണ്ടോ അതൊരു 3 ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ട് നേരെ താഴോട്ട് ലെങ്ത്ത് കൊടുക്കുക, എത്ര വേണ്ടി ആ ഒരു ഇതിൽ. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗം കണ്ടോ, ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മളൊരു കേവ് കൊടുക്കണം കേട്ടോ. കാരണം അങ്ങനെ ആ ഒരു എൽ ഷേപ്പിലല്ല നമ്മൾ കട്ട് ചെയ്യണത്, കേവ് ആയിട്ടാണ് അവിടെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ കേവ് അവിടെ നമ്മളൊന്ന് കേവ് സ്കെയിൽ യൂസ് ചെയ്തിട്ടോ അല്ല എന്താണ് ഹാൻഡായിട്ടോ നമുക്ക് വരയ്ക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം, കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുകളിൽ പട്ട വയ്ക്കില്ലേ, പട്ട വെക്കേണ്ടത് ഒരു 5 ഇഞ്ച് വീതി. നമുക്ക് എത്ര നമ്മളിപ്പോൾ ഹിപ്പിൻ്റെ അവിടെ ഇരിക്കും ചിലവർ പാൻറ്റ് കെട്ടാൻ, നമ്മൾ എവിടെയാണ് കെട്ടുന്നത് അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ മുകളിലുള്ള പീസ് കട്ട് ചെയ്യാൻ കേട്ടോ. എന്താണ് ഇത് പാൻറ്റിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുണി തികയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. താഴത്ത് മുകളിൽ കൂടി പീസ് ജോയിൻറ്റ് ചെയ്ത് വെക്കേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം എന്താണ് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മളവിടെ പിന്നെ ജോയിൻറ്റ് ചെയ്യുക, അങ്ങനെയുണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റാണോ എന്ന് നോക്കുക കേട്ടോ. നമ്മുടെ അളവെടുത്തിട്ടാണോ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ക്രോസ് പീസ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നാണ് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് സ്ക്വയർ ഷേപ്പിലൊരു പീസ് തുണി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല വശം ചേർന്ന് വരുന്ന പോലെ വയ്ക്കുക. അതായത് ക്രോസ് എന്താണ് പറയുക, പീസ് തുണിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന പോലെ വെച്ചിട്ട് അതൊന്ന് ഒരു 1/4 ഇഞ്ച് ഇടവിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ച് എന്താണ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ വീണ്ടും ഒരു 1/4 ഇഞ്ച് അളവിൽ ആ ഒരു നെക്കിൻ്റെ ആ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കേട്ടോ. എന്നിട്ടും എന്താണ് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക, ഒരു 1/4 ഇഞ്ച് അളവിൽ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ചില ഭാഗങ്ങൾക്ക് സ്പീഡിൽ പറഞ്ഞു പോകണേ. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഏതാ മനസ്സിലാവാത്തതെന്ന് നോക്കി ആ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ തിരിച്ചിടണം, നല്ല വശം ചേർത്ത് വെച്ചിട്ടാണല്ലോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ ആ 1/4 ഇഞ്ച് വെട്ടിയവിടെ നമ്മളൊന്ന് ഓരോ നോട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഓരോ കട്ട് ഇടയിൽ ഓരോ വെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് അത് ഉള്ളിലോട്ട് മടക്കുക. ഉള്ളിലോട്ട് നമ്മൾ നെക്കിൻ്റെ ഉള്ളിലോട്ട് മടച്ച് അതൊരു ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നീറ്റായിട്ട് നമുക്ക് ക്യാൻവാസ് എങ്ങനെയാണോ യൂസ് ചെയ്ത് ചെയ്യണത് അതേപോലെ കിട്ടും കേട്ടോ. ഇത് ക്രോസ് പീസ് വെച്ച് തയ്ക്കാൻ അറിയാത്തവർക്കാണ് ഇങ്ങനെ പറയണേ. സിമ്പിൾ ഇതേപോലെ കണ്ടോ, ഇതേപോലെ നീറ്റായിട്ട് കിട്ടും നെക്ക്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്ക് പക്ഷേ ഒരു പീസ് ക്രോസ് പീസ് ചെറിയ നെക്കായതുകൊണ്ട് ഒരു ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബാക്ക് നെക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ രണ്ടിൻ്റെയും ഷോൾഡർ കൂടി ജോയിൻറ്റ് ചെയ്യണം. ഷോൾഡർ കറക്റ്റായിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ചിന് വേണമെങ്കിൽ 2 സ്റ്റിച്ചും കൊടുക്കാം, കറക്റ്റ് ഒരേ ലെവലിൽ അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് സ്ലീവ് ഇതെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ സ്ലീവ് എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്ലീവ് എടുക്കുക, സ്ലീവിൽ കുഴിച്ച് വെട്ടിയ ഫ്രണ്ട് ഭാഗവും നമ്മൾ ടോപ്പിലൊക്കെ കുഴിച്ച് വെട്ടിയ ഫ്രണ്ട് ഭാഗവും അതും ഒരുമിച്ചാണ് വരേണ്ടത്. അപ്പോൾ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടോ ഇതേപോലെ. എന്നിട്ട് ഞാൻ സ്ലീവിൻ്റെ അടിയിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം പാടും കൂടി ആ സ്ലീവിൻ്റെ അവിടെ നിന്ന് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഒറ്റ സ്റ്റിച്ചിന് അറ്റം വരെ പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അറ്റത്തൊരു ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അത് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇത് കണ്ടോ, ഞാനിത് കുറച്ച് വിട്ടിട്ടുള്ളൂ കേട്ടോ ഓപ്പണിന് വേണ്ടിയിട്ടും. ഇത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക്
ഷേപ്പ് ചെയ്യാം, ഇട്ട് നോക്കിയിട്ട് ഷേപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ അളവിന്. എന്നിട്ട് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായി ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഇത് വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ താഴെ മുതൽ അപ്പുറത്ത് താഴെ വരെ ഇങ്ങനെ ഒന്നായി സ്റ്റിച്ച് ചെയ്ത് ഓപ്പൺ കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പം ഞാനെല്ലാം സ്പീഡിൽ കാണിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പീഡിൽ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ലാസ്റ്റ് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ രണ്ടറ്റവും ഇല്ലേ, ആ രണ്ടറ്റവും അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്നത്. നമുക്ക് ഈ അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയണവർക്ക് ഇത് മനസ്സിലാവും, ഒട്ടും അറിയാത്തവർക്ക് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. എന്താണ് മടക്കി സ്റ്റിച്ച് ഇതാണ് കേട്ടോ ടോപ്പിൻ്റെ ഒരു ലുക്ക്, നിങ്ങൾ കണ്ടോ. ഇനി നമുക്ക് അടുത്തത് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ നിവർത്തി ഒരുമിച്ച് വയ്ക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗം കണ്ട് കേവായിട്ട് നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ, ആ മുകളിൽ നിന്ന് ആ കേവിൽ എൻഡിൻ്റെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്യുക, താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ രണ്ട് വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി നടുക്ക പിടിച്ച് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നവരെ നടുക്കാക്കി വെക്കുക. കണ്ടോ, ഈ ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക് ഒരുമിച്ച് കിട്ടും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിന് മുതൽ താഴെ വരെ നമ്മൾ ഇങ്ങനെ ആ പാൻറ്റ് നമ്മുടെ കാലിൻ്റെ ഭാഗമുണ്ടോ, രണ്ട് കാലും ഒരുമിച്ച് തന്നെ എന്നിട്ട് രണ്ടും നമ്മുടെ അളവിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ക്രോച്ചിൻ്റെ ആ ഒരു ഇത് നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഒരുമിച്ചാവും. എന്നിട്ട് നമുക്ക് മുകളിൽ നമ്മൾ പട്ട വെക്കണത് പറഞ്ഞല്ലേ, അതായത് എലാസ്റ്റിക് വേണമെങ്കിൽ വെക്കാം, കയറ് വേണമെങ്കിൽ വെക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ കയറാണ് വെക്കണത്, എലാസ്റ്റിക് അല്ല. കയറ് വെക്കണതൊക്കെ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു നൈറ്റ് ഡ്രസ്സ്, ഷോർട്ടപ്പ് അങ്ങനെയൊക്കെ പറയും, നൈറ്റ് ഡ്രസ്സാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നൈറ്റ് ഡ്രസ്സിൻ്റെ ഡ്രസ്സ് പറയുമ്പോൾ ടോപ്പ് ഇറക്കം കുറവായിരിക്കും, ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവില്ല, ഒരു ഇറക്കം കുറവായിരിക്കും. അതാണ് ഞാൻ 2 മീറ്റർ തുണിയുള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ഷോർട്ട് ടോപ്പും പാൻറ്റ് ആ ഒരു ഇത്, അതായത് 2 പീസ് സെറ്റ്, അതാണ് അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പം നമ്മൾ മുകളിൽ പട്ട വെക്കണത് ഇതേപോലെ ജോയിൻ ചെയ്യാം. ആ പട്ട ആദ്യം നമ്മൾ രണ്ടറ്റം ജോയിൻ ചെയ്ത ശേഷം പാൻറ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ച് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ഫുള്ളായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ കയറിടാൻ വേണ്ടിയിട്ട് മുകളിൽ വശം സ്റ്റിച്ച് ചെയ്യണമല്ലോ. എലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് എലാസ്റ്റിക്കൊക്കെ അങ്ങനെ കയറ് വയ്ക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്